പക്ഷേ നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമില്ല കേട്ടോ. തിരുവനന്തപുരം ഫുള്ളായിട്ട് ഒരു വിഴിഞ്ഞം പോർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇനി തിരുവനന്തപുരം മുതൽ ഏകദേശം കൊല്ലം വരെയുള്ള ഏരിയ വിഴിഞ്ഞം പോർട്ട് സിറ്റി എന്ന് പറഞ്ഞാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരം തച്ചോട്ടുകാവിന് സമീപം മഞ്ചാടി ജംഗ്ഷനിൽ നിന്ന്, അതായത് അഭയ ഹോസ്പിറ്റൽ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് കാണുന്ന ജംഗ്ഷനാണ് മഞ്ചാടി ജംഗ്ഷൻ. ആ മഞ്ചാടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയാണ് 4 സെൻറ്റിലെ 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമുള്ള വീട് വിൽപ്പനയ്ക്കുള്ളത്. ഇതാ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ. ഈ പുറത്തുള്ള ഭംഗി തന്നെ നമുക്ക് അകത്തും കാണാം. അകത്തുള്ള ഇൻറ്റീരിയർ വർക്ക് ആയാലും പുറത്തുള്ള എക്സ്റ്റീരിയർ വർക്ക് ആയാലും നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം വന്നിട്ട് പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ടൈൽസ് ആവട്ടെ, അതുപോലെ ബാത്റൂം ഫിറ്റിങ്സ് ആവട്ടെ, സാനിറ്ററി വെയർസ് ആവട്ടെ, എല്ലാം തന്നെ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഈ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയാൻ കാരണം നമ്മളൊരു ലോ ക്വാളിറ്റി സാധനവും ഒരു പ്രീമിയം സാധനം ഉപയോഗിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലോസറ്റ്, നമ്മളെ ഒരു പ്രീമിയം സാധനവും നമുക്ക് ഏറ്റവും ലോ കോസ്റ്റ് 1500 രൂപയ്ക്കും ക്ലോസറ്റ് കിട്ടും, 15000 രൂപയ്ക്കും ക്ലോസറ്റ് കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോ കോസ്റ്റിലെ ക്ലോസറ്റിൽ നമുക്ക് കുറച്ച് ദിവസം ആകുമ്പോൾ അതിൽ ക്രാക്സ് വീഴുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ബാത്റൂമിൽ സ്മെല്ല് ഭയങ്കരമായിരിക്കും കേട്ടോ. എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഫിനിഷിങ് പോരായിരിക്കും. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ അഴുക്ക് കയറി നിൽക്കാനുള്ള ചാൻസ് ഈ കുറഞ്ഞ ലോ കോസ്റ്റ് ക്ലോസറ്റിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോസിലും പറയുമ്പോൾ ഇതിങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു വീടൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് ഇത്. വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. ഇതാ കയറി വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഗാർഡൻ കണക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വെള്ളത്തിനായിട്ട് കിണറിൻ്റെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും പ്രോപ്പർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. തച്ചോട്ടുകാവ് എന്ന് വരുമ്പോൾ മഞ്ചാടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയാണ് നമുക്ക് അകത്തേക്ക് വരേണ്ടത് കേട്ടോ. വലത്തോട്ട് കയറി ഒരു 2 വളവ് വളഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടി ആവും. അവിടെ നിന്ന് ഒരു 200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് മഞ്ചാടി LP സ്കൂൾ കഴിഞ്ഞിട്ട് ആ റോഡ് വഴി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ക്ലാഡിംഗ് ടൈലെല്ലാം സെറയുടെ ക്ലാഡിംഗ് ടൈലാണ് നമുക്കിവിടെ എല്ലാം ഒട്ടിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. മുൻവശത്തുള്ള വാതിൽ, അതുപോലെ തന്നെ ജനൽ, ഇതെല്ലാം വരുന്നത് പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ തടിപ്പണിയെല്ലാം ഇതിൻ്റെ ഉടമസ്ഥൻ ഇവിടെ ഇരുന്ന് തന്നെ പണിയിച്ച് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ട് വന്നതല്ല, ഇവിടെ നിന്ന് തന്നെ പണിയിച്ച് നമുക്കിതിനകത്ത് ഇട്ടിട്ടുള്ളതാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ രീതിയായാലും എല്ലാത്തിൻ്റെയും ഫോട്ടോസും അതിൻ്റെ പ്രൂഫും പുള്ളിയുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളിത് വാങ്ങുന്ന സമയത്ത് ആ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അതിനെല്ലാം പ്രൂഫ് തരുന്നുണ്ടാവും. ഇപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള കമ്പി, ബീമിനെല്ലാം എത്ര കമ്പി ഇട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ ഫോട്ടോയും വീഡിയോ അടക്കം എടുത്ത് പുള്ളിയുടെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കയറി വരുന്ന സമയത്ത് നമ്മുടെ ഈ കയറി വരുന്നത് ലിവിങ് സ്പേസ് ആണ്. ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തേക്കുള്ള പ്രകാശം കണ്ടോ, ഭയങ്കരമായിട്ടുള്ള പ്രകാശമാണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ ചുമരിലായാലും ഇങ്ങനെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ശരിക്കും വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഒരു 1800 സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് തോന്നത്തില്ല. അതിൽ നിന്നും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് വീട് നമുക്ക് ഫീൽ ആവുന്നത്. ഇവിടെ എല്ലായിടത്തും ഈ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലേക്ക് ഇങ്ങനെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ടേബിൾ ഇവിടെ വരുമ്പോൾ ഈ കൗണ്ടറിലേക്ക് ഫുഡ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് സെർവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ കിച്ചണേ. കിച്ചൻ്റെ ആ ഒരു കളർ തീം നല്ല രസമുണ്ടല്ലേ. ഈ ഒരു ടൈല് വരുന്നത് ഒരു ആഷ് കളറിലാണ് നമുക്കൊരു ടൈല് വരുന്നത്. അതിലൊരു മൊസൈക്കിൻ്റെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ താഴേക്കൊരു വുഡൻ തീമിലാണ് നമുക്ക് ഈ മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കാണാം. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉള്ള മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ വർക്കാണ്. നമുക്ക് കിച്ചണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റൗ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡാണ്. സ്റ്റൗവും അതുപോലെ ചിമ്മിയെല്ലാം ഇൻസ്റ്റാൾഡാണ്. ഇതെല്ലാം 5 വർഷം വാറൻറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റൗവിന് നോക്കുകയാണെങ്കിൽ 5 വർഷം വാറൻറ്റിയോട് കൂടിയുള്ള പ്യൂർ ഫ്ലെയിംസിൻ്റെ സ്റ്റൗ ആണ് വെച്ചിട്ടുള്ളത്. ഈ ചിമ്മിനി ആണെങ്കിൽ 15 വർഷം വാറൻറ്റിയോടുള്ള പ്യൂർ ഫ്ലെയിംസിൻ്റെ ചിമ്മിനിയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നീറ്റായിട്ട് നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
കണ്ടോ ഇതിനകത്തെല്ലാം നമുക്കിങ്ങനെ സ്റ്റോറേജ് യൂണിറ്റുകളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോഴും ഇവിടെ ഒരു ഹാഫ് വാളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനും എളുപ്പമായിരിക്കും. ഈ ഭാഗത്തായിട്ട് വീണ്ടും ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇങ്ങനെയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് നല്ലൊരു ആംബിയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതിൻ്റെ താഴെ എല്ലാം നമുക്ക് ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും. ഈ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, മേളിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം. അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബാക്ക് യാർഡിലേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ ബാക്ക് യാർഡായിട്ട് വരുന്നത്. ഇവിടെ തുണി നനയ്ക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ വേസ്റ്റ് ഇട്ട് കത്തിക്കണമെങ്കിൽ നമുക്കിതാ ഇതിനകത്തിട്ട് കത്തിക്കാം, അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കുറ്റി ഇവിടെ വെച്ചതിന് ശേഷം നമുക്കിനി ഇവിടെ നിന്ന് പൈപ്പ് ലൈൻ മാത്രം വലിച്ചാൽ മതിയാവും. ഗ്യാസ് കുറ്റി ഇവിടെ പുറത്ത് സേഫായിട്ട് വയ്ക്കാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ വേണമെങ്കിൽ ഗാർഡൻ ചെയ്യാം കേട്ടോ. അതിനുള്ള ഒരു സ്പേസും നമുക്ക് വീടിന് പിൻവശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. സാധാരണ ഒരു വീട്ടിൽ കാണുന്നതിനേക്കാളും, അതായത് 4 സെൻറ്റ് വീട്ടിൽ കാണുന്നതിനേക്കാളും കൂടുതൽ സ്പേസ് ബാക്ക് യാർഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ സ്പേസിലൊക്കെ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഒരു 5 അടി വീതിക്ക് നമുക്കിങ്ങനെ ഒന്ന് റൂഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിയിരുന്ന് തന്നെ മീനെന്തെങ്കിലും കഴുകണമെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ കഴുകാം കേട്ടോ. ഇതിൽ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് ഈ വീട്ടിന് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത്, അതായത് താഴത്തെ നിലയിൽ 1 ബെഡ്റൂം, മേളത്തെ നിലയിൽ 3 ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ നോക്കി സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കബോർഡ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസറ്റ് വന്നിട്ട് റാക്ക് സെറാമിക്സിൻ്റെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ വാഷ് ബേസിൻ വരുന്നത് ഹിൻവെയറിൻ്റെ വാഷ് ബേസിനാണ്. നമുക്ക് ബാക്കിയുള്ള പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടേക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ സജ്ജീകരിച്ച് നീറ്റാക്കിയിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലേക്ക് കയറുന്ന സ്ഥലത്തും ഈ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസാണ് നമുക്ക് ആ സ്റ്റെയറിൻ്റെ അടിയിലേക്ക് വരുന്നത്. അത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി മേളിലേക്ക് പോവാം. ഈ റെയിലിംഗ് ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് അക്കേഷ്യയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. വുഡിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴും നല്ലൊരു പ്രകാശമാണ്. നമുക്ക് താഴെ ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഈ പർഗോളാസ് വഴി നല്ലതുപോലെ പ്രകാശം അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ നീറ്റായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടോട്ടലായിട്ട് 3 ബെഡ്റൂംസാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഈ ഒരു ലിവിങ് സ്പേസ് ഇങ്ങനെ വരും. ഇതിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു TV യൂണിറ്റൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിനുള്ളൊരു പ്രൊവിഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, സീലിങ്ങിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സ്ലാബിന് മുകളിലേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതിലും ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ താഴെ പറഞ്ഞ അതേ രീതിയിലുള്ള ഫിറ്റിങ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു സ്പേസിൽ നമുക്കത് കവേർഡായിട്ടിരുന്നോളും കേട്ടോ. ആ ഒരു സ്പേസിൽ ഒതുങ്ങി വാഷിംഗ് മെഷീൻ ഇരിക്കും. അതുപോലെ തന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഷ് ഏരിയയും കൂടെ സെറ്റ് ചെയ്യാം. അതിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു വാഷ് ബേസിനും കൂടെ വാങ്ങി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി 2 റൂമുകൾ, 1, 2, ഇനി നമുക്കങ്ങനെ 2 റൂമുകളും ഇവിടെ ഉണ്ട്. എല്ലാ റൂമിലും ഒരു ചുമരിൽ ഇതുപോലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കബോർഡ് സ്പേസ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇത് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമാണ്. എല്ലാ റൂമിലത്തെയും പോലെ നമുക്ക് ഇവിടെ കബോർഡുണ്ട്. അതുപോലെ മേളിലേക്ക് നോക്കിയേ, ആ കയറി വരുന്ന സ്പേസിൽ തന്നെ ഒരു ചെറിയൊരു സ്ലാബ് ചെയ്ത് അതിൻ്റെ മേളിലേക്ക് സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട്. നമുക്ക് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ചുമരിൽ ഈ രീതിയിലൊരു ടെക്സ്ചർ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്.
അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. നമുക്കിതാ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതുവഴി ടെറസിലേക്കുള്ള എൻട്രി ആണ്. ഇതാ ഇവിടെ നിന്ന് കയറി നേരെ ടെറസിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. എല്ലാ റൂമുകളിലും ഡോർസ് വന്നിട്ട് ഇതുപോലെ വാർണിഷ് അടിച്ചിട്ടാണുള്ളത് കേട്ടോ, പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു വുഡിൻ്റെ ഭംഗി അങ്ങനെ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. നമ്മളിവിടെ നിന്നുള്ളൊരു ലുക്ക് നോക്കി, ചുറ്റുവട്ടം ഒത്തിരി വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ശരിക്കും ഈ ഒരു റോഡ് വന്ന് എൻ്റെ ആവുന്നത് നമ്മുടെ ഈ 2 വീടുകളിലേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വഴിയുടെ വീതി ഉണ്ടോ, ഏകദേശം 5 മീറ്റർ റോഡിന് വീതിയുണ്ട് കേട്ടോ. അത്രയും വീതിയുള്ള റോഡാണ്. 2 വണ്ടികൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ വീതിയുള്ള റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേറെ ഇടഞ്ചലും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയെ കൊണ്ടുവന്ന് തിരിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. നമുക്ക് ഈ പ്രോപ്പർട്ടി എക്സൈറ്റ് ആയിട്ട് വരുന്നത് തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ്. സിറ്റിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്താം. പക്ഷേ അത്രയും ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാം. ഇതുപോലൊരു വീട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലത്തിൻ്റെ വില തന്നെ ഭയങ്കരമായിട്ട് വരും കേട്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു 6-6.5 ലക്ഷം ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 78 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതേപോലത്തെ ഒരു വീട് ഇപ്പോൾ നമുക്ക് പട്ടത്തോ അല്ലെങ്കിൽ കേശവാസുരത്തോ അവിടെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് വിലയിൽ കുറച്ചൊന്ന് കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഔട്ടറിലേക്ക് മാറേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമില്ല കേട്ടോ. തിരുവനന്തപുരം ഫുള്ളായിട്ട് ഒരു വിഴിഞ്ഞം പോർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇനി തിരുവനന്തപുരം പോലും ഏകദേശം കൊല്ലം വരെയുള്ള ഏരിയ വിഴിഞ്ഞം പോർട്ട് സിറ്റി എന്ന് പറഞ്ഞാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇനി ഏത് മൂലയിൽ ചെന്ന് സ്ഥലം വാങ്ങിയിട്ടാലും നിങ്ങൾക്കത് വർത്താണ്. അതായത് ഈ വരുന്നൊരു 3 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അതിനകത്ത് നിങ്ങൾ മാക്സിമം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിട്ടേൺസ് ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് എടുത്തു തുടങ്ങാം കേട്ടോ. ആ രീതിയിൽ സാധ്യതകളാണ് റിയൽ എസ്റ്റേറ്റ് സാധ്യതകളാണ് നമുക്ക് തിരുവനന്തപുരത്തുള്ളത്. നമുക്ക് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനൊരു വീടും ആവും, നല്ലൊരു അസറ്റും കൂടെ ആവും. പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. 78 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില.